അൽഫല ഗ്രൂപ്പ് ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി അറസ്റ്റിലായിരിക്കുന്നു. കള്ളപ്പണ ഇടപാട് കേസിലാണ് ഇഡിയുടെ നടപടി. ഓഫീസുകളിൽ നടന്ന റെയ്ഡിന് ശേഷമാണ് ചെയർമാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ ചെങ്കോട്ട സ്ഫോടനം നടന്നതിനു പിന്നാലെ തന്നെ ഈ അൽഫല സർവകലാശാല വലിയൊരു ചോദ്യം മുൻപിൽ അതിന്റെ പ്രവർത്തനം തന്നെയായിരിക്കുന്നു. ഇപ്പോൾ ഗ്രൂപ്പ് ചെയർമാനാണ് അറസ്റ്റിലായിരിക്കുന്നത്. എന്ത് കാരണത്തിൽ എന്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇഡിയുടെ നടപടി? എങ്ങനെയാണത്? അക്ഷയ്, ഇന്ന് രാവിലെ മുതൽ അൽഫല ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് 25 ഇടങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡുകളിൽ കൃത്യമായി ഈ ഗ്രൂപ്പിന്റെ ചെയർമാൻ ജാവേദ് അഹമ്മദും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നു. കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തെളിവുകൾ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പം മുൻപാണ് ഇഡി തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇഡി പരിശോധനയെല്ലാം തന്നെ ആരംഭിക്കുന്നത് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത 2 എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് നാക്കിന്റെയും UGCയുടെയും അംഗീകാരമില്ലാതെ സാമ്പത്തിക മുതലെടുപ്പിനായി വിദ്യാർത്ഥികളെയും മറ്റ് സ്കൂളുകളെയും കോളേജുകളെയും എല്ലാം തന്നെ പറ്റിച്ചു, തെറ്റായിട്ടുള്ള പ്രചാരണം നടത്തി എന്നുള്ള തരത്തിൽ ഷോക്കോസ് നോട്ടീസ് അയച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് പരാതി എടുത്തിരുന്നു, കേസെടുത്തിരുന്നു. ആ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ എക്കണോമിക് ഓഫൻസസ് യൂണിറ്റും ഈ പരിശോധന ആരംഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ഈ നിയമലംഘനങ്ങൾ, ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഭീകര ഫണ്ടിങ്, അതായത് ടെറർ ഫണ്ടിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഇഡി അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കൂടി ഈ സർവകലാശാലയുടെയും അൽഫല ഗ്രൂപ്പിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള കാര്യത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി വലിയ തോതിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്ഥാപനങ്ങളാണ് അർജുൻ ഉള്ളത്? പ്രധാനമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. അതായത് ഈ കോളേജുകൾ തന്നെയാണ് അൽഫല ഗ്രൂപ്പിന് കീഴിലായിട്ടുള്ളത്. അതിൽ തന്നെ സർവകലാശാലയുണ്ട്, അതിന് കീഴിൽ മറ്റ് ഈ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിൽ 5 or 6 സ്ഥാപനങ്ങളും ആ 5 or 6 സ്ഥാപനങ്ങൾക്കായി 25-ലധികം ഓഫീസുകളുമുണ്ട്. ആ ഓഫീസുകളെല്ലാം തന്നെ ഗുരുഗ്രാം, ഫരീദാബാദ്, അതുപോലെ ഡൽഹിയിലെ ഓഖ്ല തുടങ്ങിയിട്ടുള്ള അൽഫല ഗ്രൂപ്പ് ചെയർമാനാണ് ഇപ്പോൾ ഇഡിയുടെ കസ്റ്റഡിയിലുള്ളത്. ഇഡി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കള്ളപ്പണ ഇടപാടിൽ അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകിയത്.